പിടിച്ചിട്ട് അല്ലാഹുവേ 9 മാസം കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അല്ലാഹുവേ 7ാമത്തെ വാർഡിൽ 11ാമത്തെ കട്ടിലിൽ ഒരു ചെറുപ്പക്കാരൻ കിടപ്പുണ്ട്. 2 മക്കളുണ്ട്. പ്രേമിച്ച് വിവാഹം കഴിച്ചവരാ, സ്നേഹിച്ച് വിവാഹം കഴിച്ചത് കാരണം 2 കുടുംബക്കാരും തള്ളിക്കളയുകയാ. ഭാര്യയുടെ കുടുംബക്കാർക്കും വേണ്ട, ഭർത്താവിന്റെ കുടുംബക്കാർക്കും വേണ്ട. അവസാനം ഈ ചെറുപ്പക്കാരന് ക്യാൻസർ പിടിച്ചപ്പോ അല്ലാഹുവേ 2 മക്കളെയും ഭർത്താവിന്റെ വീട്ടുകാര് പിടിച്ചുകൊണ്ട് പോവുകയാണ്. അല്ലാഹുവേ, ഈ പെണ്ണിനൊന്ന് കാണാൻ പോലും അനുവദിക്കുന്നില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടക്കുകയാ. അല്ലാഹുവേ, ഡോക്ടർമാര് പറഞ്ഞു ഇനി കിടന്നിട്ട് രക്ഷയില്ല, നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറയുമ്പോ ആ പാവപ്പെട്ട പെൺകുട്ടിയതാ ഡോക്ടറിന്റെ കാലിൽ പിടിച്ചിട്ട് കരയുകയാ. ഇനി പോകാനൊരു സ്ഥലമില്ല, ഇനി പോകാനൊരു സ്ഥലമില്ല. അല്ലാഹുവേ, 9 മാസം കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. സംസാരിക്കാൻ കഴിയില്ല. പടച്ചവനെ, ഞാൻ ആ ചെറുപ്പക്കാരനെ ഒന്ന് കാണാൻ പോയി. ആ ചെറുപ്പക്കാരനെ ഒന്ന് കാണാൻ പോയി. ആ സുന്ദരിയായ പാവപ്പെട്ട കാണാനടകുള്ള ആ പെണ്ണ് ഭർത്താവിനോട് പറഞ്ഞിക്കാ ഉസ്താദ് കാണാമെന്നു. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരൻ എന്നെ ഒന്ന് നോക്കി. പടച്ചവരെ, കണ്ണിലൂടെ ഇങ്ങനെ കണ്ണുനീരൊലിക്കുകയാ. അല്ലാഹുവേ, അല്ലാഹുവേ, കാണാനിടകുള്ള പടച്ചവരെ, ഭർത്താവിനെ വഞ്ചിച്ചിട്ട് പെണ്ണുങ്ങൾ ഒളിച്ചോടുമ്പോ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വീട്ടിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കാമെന്നവന്റെ കൂടെ ഒരു മുസ്ലിം പെണ്ണൊളിച്ചോടി. അല്ലാഹുവേ, 4 ദിവസം കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാമുകന്റെ കയ്യിൽ പിടിച്ചു വരുന്ന ഭാര്യയെ കണ്ടിട്ട് 1.5 വയസ്സുള്ള പൊന്നുമോനെ കയ്യിൽ പിടിച്ചിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പെണ്ണ്, 4 ദിവസം ഒരുത്തന്റെ കൂടെ നീ പോയി കടന്നത് ഞാനങ്ങ് മറക്കാ. നീ അറിയാതെ ചെയ്തു പോയതാണല്ലോ, നിനക്ക് തെറ്റുപറ്റി പോയതാണല്ലോ, വാ നമുക്കൊരുമിച്ച് ജീവിക്കാമെന്ന് പറയുമ്പോ ആ പെണ്ണ് പറയുകയാ, എനിക്ക് നിങ്ങളെ വേണ്ട, ഈ മനുഷ്യനെ മതി. 1.5 വയസ്സുള്ള പൊന്നുമോനെ കയ്യിൽ വെച്ചിട്ട് ആ ചെറുപ്പക്കാരൻ തന്റെ ഭാര്യയുടെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പെണ്ണ്, 4 ദിവസമായിട്ട് ഇവന് പാലിന് വേണ്ടി കിടന്ന് കരയുകയാ. എന്തൊക്കെ കൊടുത്തിട്ടും കരച്ചിൽ തീരുന്നില്ല. എന്റെ കുഞ്ഞുമോന് പനി പിടിച്ച് രോഗിയായിരിക്കുകയാ. നീ ഇവനെ കൊണ്ടുപോയി വളർത്തണ്ട, നീ ഇവനെ കൊണ്ടുപോയി വളർത്തണ്ട. 2 ദിവസം നിന്റെ കൂടെ നിർത്തിയിട്ട് ഇവന്റെ പാലുകുടിയൊന്ന് മാറ്റിയിട്ട് തരുമോ? ഞാൻ നോക്കിക്കൊള്ളാ. ഈ കുഞ്ഞിന്റെ പാലുകുടിയൊന്ന് മാറ്റിയിട്ട് നീ താനാ നോക്കിക്കൊള്ളാ. ആ പെണ്ണ് പറഞ്ഞ്, എനിക്കെന്റെ മോനെ നോക്കാൻ വയ്യ, എനിക്കിനി വേണ്ട, നിങ്ങളുടെ കുഞ്ഞിനെ എനിക്ക് വേണ്ട, ഇന്നലെ കണ്ട ഇവനെ മതി എന്ന് പറഞ്ഞ് ആ മനുഷ്യന്റെ കയ്യിൽ പിടിക്കുമ്പോ അല്ലാഹുവേ, പോലീസ് സ്റ്റേഷനിൽ എസ്ഐയുടെ മുന്നിൽ ആ ചെറുപ്പക്കാരൻ തലകറങ്ങി വീണു പോവുകയാ. ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തില് 9 മാസമായിട്ട് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നൊരവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന ചെറുപ്പക്കാരന്റെ ചാരത്ത് നിന്നിട്ട് ആ ഭാര്യ പറയുന്നു, ഉസ്താദേ, എന്റെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണേ, എന്റെ ഭർത്താവിന് വേണ്ടി. പടച്ചവനെ, മെഡിക്കൽ കോളേജിന്റെ വെളിയില് ഓരോ സംഘടനകൾ കൊണ്ടു കൊടുക്കുന്ന ഭക്ഷണം വാങ്ങിയിട്ട് ഡോക്ടർമാരും അവിടെ വരുന്നവർ കൊടുക്കുന്ന തുച്ഛമായ പൈസയും വെച്ച് അല്ലാഹുവേ, ഹോസ്പിറ്റലിൽ കഴിഞ്ഞുകൂടുന്ന ചെറുപ്പക്കാർ. ആ സമയത്ത് ആ പെണ്ണ് പറയുന്ന, ഉസ്താദേ, ഈ മനുഷ്യനുണ്ടല്ലോ, എനിക്ക് വേണ്ടിയാ തന്റെ വീട്ടുകാരെ എല്ലാവരെയും കളഞ്ഞിട്ടിറങ്ങി വന്നത്. ഈ മനുഷ്യന്റെ പൊരുത്തമുണ്ടെങ്കിലല്ലേ എനിക്ക് സ്വർഗം കിട്ടൂ. എന്റെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണേ എന്ന് നിറകണ്ണുകളോട് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, സുഖം കിട്ടുമ്പോ സ്വന്തം ഭർത്താവിനെ മറക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മണ്ണാർക്കാടുള്ള ഏതെങ്കിലും പല ചെറുപ്പക്കാരെയും വഞ്ചിച്ച ഏതെങ്കിലും ഒരു തൊലിവെളുപ്പുള്ളവളെ ഒന്ന് കാണുമ്പോ, പൊന്നുമോനെ, വീടിനകത്തിരുന്ന് നിനക്ക് വേണ്ടി കരഞ്ഞു ദുആ ചെയ്യുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യ മറന്നു പോകല്ലേ. നാളെ ഈ ഭാര്യയും നിന്റെ മക്കളെയും പിടിച്ചുകൊണ്ട് പടച്ചവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇന്നാ കുന്നാ മിൻ ഖബ്ലി നദൂ ഇന്നഹു ഹുവൽ ബർറുർ റഹീം.
പരസ്പരം ദുആ ചെയ്തു. രണ്ടാമതായി അവർ പറയുന്നത് ഇന്നാ കുന്നാ മിൻ ഖബലു ഫീ അഹ്ലിനാ മുസ്ഫിഖീൻ. ഭാര്യയും ഭർത്താവുമായി ജീവിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ പരസ്പരം സ്നേഹത്തോടെ ജീവിക്കാൻ കഴിയണം. അതുകൊണ്ട് പാതിരാത്രിയിൽ ഈ വിഭാഗത്തിന്റെ പാതിരാത്രിയിൽ ഈ സ്വർഗത്തിൽ ഇരിക്കാൻ അവസരം കിട്ടിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ഞാൻ പറഞ്ഞു തരാ, പൊന്നുമോളെ നിനക്ക് സ്വർഗം വേണോ? എന്റെ പ്രിയപ്പെട്ട പെണ്ണെ നിനക്ക് സ്വർഗം വേണോ? മഹാനായ റസൂലുള്ളാഹി തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിനകത്തിരിക്കുമ്പോ കുറെ പെണ്ണുങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ. അവര് കടന്നു വന്നിട്ട് പ്രവാചകനോട് അതാ കുടുംബ ജീവിതത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. അവസാനം പിരിയുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, ഇന്ന പെണ്ണിന് സ്വർഗം നിർബന്ധമാണ് ആയിഷ. അല്ലാഹുവേ, പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. വീടിനകത്ത് നിന്ന് സാലിഹത്തായ ആ സഹാബി വനിതകളായ പെണ്ണുങ്ങൾ ഇറങ്ങി ഓടുകയാണ്. അവരിറങ്ങി ഓടുകയാ. അല്ലാഹുവിന്റെ റസൂൽ സ്വർഗമുണ്ടെന്ന് പറഞ്ഞ പെണ്ണിന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് ആ പെണ്ണിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നിനക്ക് സ്വർഗമുണ്ടെന്ന്, നീ എന്ത് നല്ല കാര്യമാ ചെയ്യുന്നത്? ആ പെണ്ണ് പറഞ്ഞു, നിസ്കരിക്കാറുണ്ട്, നോമ്പ് പിടിക്കാറുണ്ട്, ഖുർആൻ ഓതാറുണ്ട്, ദിക്റുകൾ പറയാറുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട്. ചെന്ന പെണ്ണുങ്ങൾ പറഞ്ഞു, ഞങ്ങളും അത് ചെയ്യാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെണ്ണ് ആ പെണ്ണിനോട് ചോദിച്ചു, പ്രത്യേകമായി നീ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞു, എന്റെ ഭർത്താവ് ഒരു വിറക് വെട്ടുകാരനാ, എന്റെ ഭർത്താവ് ഒരു വിറക് വെട്ടുകാരനാ. അല്ലാഹുവേ, എന്റെ ഭർത്താവ് രാവിലെ ആയുധമെടുത്തുകൊണ്ട് ജോലിക്ക് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ, വീട്ടിന്റെ വെളിയിലേക്ക് സലാം പറഞ്ഞിറങ്ങുമ്പോ ഈ പെണ്ണ് പുറകിൽ ചെല്ലുകയാ. ആ പെണ്ണ് പുറകിൽ ചെന്നിട്ട് തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയും, നിക്കാ, ഇന്ന് ജോലിയൊന്നും കിട്ടിയില്ല, ഇന്ന് പൈസയൊന്നും കിട്ടിയില്ല. വൈകുന്നേര സമയത്ത് വെറും കയ്യോടെ ഈ വീട്ടിലേക്ക് കടന്നു വന്നാലും കുഴപ്പമില്ല. ഞാനും എന്റെ മക്കളും ഇന്ന് പട്ടിണി കിടന്നാൽ, ഈ വീടിനകത്ത് പട്ടിണി കിടന്ന് മരിച്ചാൽ കുഴപ്പമില്ല. ഹറാമിന്റെ ഒരു രൂപ പോലും, ഹറാമിന്റെ ഭക്ഷണം ഈ വീട്ടിലേക്ക് കൊണ്ടുവരല്ലേ, ഹറാമിന്റെ ഒരു രൂപ പോലും ഈ വീട്ടിലേക്ക് നിങ്ങൾ കൊണ്ടുവരല്ലേ എന്ന് രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയാ കഴിയുമോ? പെണ്ണ്, അങ്ങനെ നീ പറഞ്ഞാ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഭർത്താവിനെ വിളിച്ചിട്ട് ഭാര്യ പറയാ, ജോലിയൊന്നും കിട്ടിയില്ല, വൈകുന്നേരം വെറും കൈയോടെ വന്നാലും കുഴപ്പമില്ല, ഞാനും എൻ്റെ മക്കളും പട്ടിണി കിടന്നോളാം, ഹറാമിൻ്റെ ഒരു രൂപ പോലും ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ. നമ്മുടെ ഭാര്യ എന്ത് പറയും? ആരെ കൊന്നാലും കുഴപ്പമില്ല, പൈസയായിട്ട് കയറി വന്നാൽ മതി. നമ്മുടെ ഭാര്യയാണെങ്കിൽ പറയും, നിങ്ങൾ ലോട്ടറി എടുക്കുകയോ കള്ള് കച്ചവടം നടത്തുകയോ മോട്ടിക്കോ പലിശക്കെടുക്കുകയോ, എനിക്ക് പൈസ മാത്രം മതി. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, ഭർത്താവിനോട് ഹറാമിന്റെ പൈസ കൊണ്ടുവരല്ലേ എന്ന് പറയുന്ന പെണ്ണിന് സ്വർഗമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അള്ളാഹു അങ്ങനെയുള്ള ഭാര്യമാരെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ആമീനൊരു പവർ കുറവ്. അള്ളാഹു നാളെ അവൻ്റെ സ്വർഗത്തിലും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓ, ചെറുപ്പക്കാരൊക്കെ ചിരിക്കണേ, ഈ മൂദേവിയെ ഇവിടെ സഹിക്കണത് തന്നെ പോരാ, ഇനിയിപ്പോൾ സ്വർഗത്തിലും കൂടെ കൊണ്ടുപോകണം ഉസ്താദെ. അവിടെയെങ്കിലും സമാധാനം കിട്ടുമെന്ന് വിചാരിക്കണല്ലേ, അവിടെയെങ്കിലും സമാധാനം. എൻ്റെ പൊന്നുമോനെ, ഇതിൻ്റെ സ്വഭാവമൊക്കെ അല്ലാഹു മാറ്റിത്തരും. ഒരു യഥാർത്ഥ ഭാര്യയുടെ അടയാളം എന്തെന്നറിയും? സ്വന്തം നമ്മുടെ ഭാര്യ സാലിഹത്തായ പെണ്ണാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ഞാൻ പറയാം, മക്കൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം വെറുതെ വേസ്റ്റാക്കി കളയാം മക്കൾ. ആ സമയത്ത് യഥാർത്ഥ ഒരു സാലിഹത്തായ പെണ്ണാണെങ്കിൽ അവൾ ചെന്നിട്ട് മക്കളോട് പറയും, താഴെ വീണ ഭക്ഷണം മുഴുവനും എടുത്ത് വാരി മക്കളുടെ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് പറയും, മോനെ നീ വാരി കളയല്ലേ, നിന്റെ വാപ്പ മണ്ണാർക്കാട് ചന്തയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ 90 കിലോയുള്ള പഞ്ചസാര ചാക്ക് തോളിലെടുത്തിട്ട് കഷ്ടപ്പെട്ട് രക്തം വിയർപ്പാക്കി ഉണ്ടാക്കിയതാ, കളയല്ലേ പൊന്നുമോനെ, അള്ളാഹ് നിന്നോട് പൊറുക്കൂല.
സ്വന്തം സാലിഹത്തായ ഭാര്യയാണെങ്കിൽ അവൾ പറയും, ഭക്ഷണം കഴിച്ചിട്ട് അവൾ പകുതി അതിൽ വെച്ച് കളഞ്ഞിട്ട് പോകൂല. 1 രൂപ ആവശ്യമില്ലാതെ ചെലവഴിച്ച അവളുടെ ഹൃദയം വേദനിക്കും. അള്ളാഹു അങ്ങനെയുള്ള ഭാര്യമാരെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള ഭാര്യമാരെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.